നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ? അതിനെപ്പറ്റി കുറേ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, കാറ്റഗറി നമ്പർ 741/2024 ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. സ്കെയിൽ ഓഫ് പേ ഒക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. 31,100 മുതൽ 66,800 വരെ. പിന്നെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്? എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഐദർ ഇൻ ഇക്കണോമിക്സ് ഓർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ചവരാവാം, മാത്സ് പഠിച്ചവർ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ് ഏത് ഡിഗ്രി ഉള്ളവരാണെങ്കിലും അവർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഒരു ഇതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതാണ്? ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വെർ അക്സെപ്റ്റഡ് ആസ് എ ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ. അതും ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻസ് ആണ്, കൊമേഴ്സ് ഫിനാൻസ് ആണ് പഠിച്ചത്, അപ്പോൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ഒരു വിഷയമായിട്ട് ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നേരെ ചിലപ്പോൾ അപ്ലൈ ആവുമെന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണണമെന്നില്ല. ഇക്വലൻ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ്, ഈ കാര്യമാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ബാക്കി ക്ലാസ് ആയിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം ഞാൻ നോക്കാം. അങ്ങനെയാണ് February 1 കൂടി സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ MCQ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും മാത്സും ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് റിലേറ്റഡ്, പിന്നെ GK റിലേറ്റഡ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. അതിൻ്റെ നമ്മൾ കുറേ MCQ ഒരുമിച്ച് സാധാ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ക്ലാസ് പറ്റുവാണെങ്കിൽ ക്ലാസ് തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.